ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈയൊരു സമയം ആൻഡ് ഈയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, അതുപോലെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു, മുന്നോട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ, സിറ്റുവേഷൻസ്, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഫയലോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും ഇത് റീസണേറ്റ് ആവാനുള്ള ഒരു 100% ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. ക്രൗൺ ചക്ര, അതായത് ക്രൗൺ ചക്ര, ഒരുപാട് പേര് ഈ സമയത്ത് ഒരുപാട് ചിന്തകളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഒരുപാട് ബ്ലോക്കേജും ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങളിൽ ഫ്രസ്ട്രേറ്റഡും ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രെസ്സും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് ചുമ്മാ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു കാര്യമില്ലാണ്ട് വെറുതെ വീട്ടിൽ കിടന്ന് ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ട്രെസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം മറച്ച് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം മറക്കുന്ന സമയത്ത് അടുത്തൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരികയും, മേ ബി ചില ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ആൾക്കാരെ സംബന്ധിച്ച് കരിയർ ആയിരിക്കാം, ചില ആൾക്കാരെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഒടുക്കം ഇല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില സംഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം, അത് നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയതിന് ശേഷം അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകത്തില്ല ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ആൾ എൻ്റെ ലൈഫിലോട്ട് വേണം എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സാധനം നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്ന് അത് നിങ്ങൾ ഒരു ദിവസം ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടമാവുന്ന സമയം, അത് നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് അതിലുണ്ടാവുന്നൊരു പെയിൻ ഒരുപാട് വേദനിക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല ആൾക്കാരിൽ നിന്നും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും പല ആൾക്കാരിൽ നിന്നും ഒരു കാര്യവും ഇല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരുപാട് ട്രോമ തരുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാർമിക്കായിട്ട് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം വെറുതെ നിങ്ങളുടെ ലൈഫിൽ വന്ന് കൊട്ടിയിട്ട് പോകുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്രൗൺ ചക്ര, അതായത് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് ട്രോമകളായിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ചില ട്രോമകൾ, നിങ്ങളുടെ പഴയ പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻസ്, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത കർമാസുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തകളായിട്ട് വരാനുള്ള, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവാണ്ട് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലും റിലാക്സേഷൻ വേണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ, യോഗ അതുപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ മെൻ്റൽ കോൺഫ്ലിക്റ്റുകളാണ്. ഞാൻ ഈ സിറ്റുവേഷൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തുള്ള സമയം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും എന്നുള്ള സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു സമയമായിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ പഴയ ഒരു ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഭയങ്കരമായിട്ടും നെഗറ്റീവും ഭയങ്കരമായിട്ടും ലൂസായിട്ടും നിങ്ങൾക്ക് തോന്നും. ഒരുപാട് വിഷമം നിങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്ത് തോന്നും. കാരണം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ലോൺലെസ് ഫീൽ. ഈ സമയം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ ഈയൊരു സമയം എങ്ങനെ ഞാൻ അതിജീവിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻസ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡാർക്ക് നൈറ്റ് സോള്,
ചില ആൾക്കാരുടെ ലൂപ്പിലാകുന്ന സിറ്റുവേഷൻസ്, അതായത് ഏറ്റവും വലിയ ഡൗൺ ഫെയിലിയർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ കൺട്രോളിലാവുന്നത്, ചില ആൾക്കാരുടെ ലൂപ്പിലാകുന്നത് എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ റിലേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേഷൻ ആക്കുന്നതായിരിക്കാം, മേ ബി നിങ്ങൾ ചെയ്യുന്ന ആർക്കോ വേണ്ടി ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ടും ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിലുണ്ട്. നിങ്ങളെ എനർജി ഭയങ്കരമായിട്ട് ലോസ് ആവുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും ചില ആൾക്കാരെ സംബന്ധിച്ച് ആ സമയം കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ, ഒരു ഭാരം, മനസ്സിനൊരു ഒരു 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 സന്തോഷമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ഒരു ടൈം ഫുള്ള് നല്ല രീതിക്ക് പോയതിന് ശേഷം ചെയ്തത് ഒന്നും കൊണ്ട് ഈ വ്യക്തിക്ക് യൂസ് ആവുന്നില്ല. അതായത് ഈ ഒരു ചെടി എന്ന് പറഞ്ഞ ഈ വ്യക്തി നട്ട് വളർത്തിയ ഒരു ചെടിയാണ് ഇത്. ഈ ഒരു ചെടി കൊണ്ട് ഈ വ്യക്തിക്ക് ഒരു യൂസേജും ഉണ്ടാവുന്നില്ല. അതായത് കുറേ കാലം ഈ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്ത് റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ ആയിരിക്കും, ഇത്രയും കാലം ഞാൻ എന്തിനിതൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ അങ്ങനത്തെ ഒരു ചിന്തകൾ വരുന്ന ഒരു സമയത്തിൽ വരെ എത്തിപ്പെട്ട് നിൽക്കുന്നു. ഞാൻ വ്യക്തിയെ ഞാൻ ഇത്രയും നാൾ നല്ല രീതിക്ക് നോക്കി, ഞാൻ ഇത്രയും നാൾ ആ വ്യക്തിക്ക് നല്ല രീതിക്ക് ഫുഡ് കൊടുത്തു, ഞാൻ ഇത്രയും നാൾ നല്ലതായിട്ട് ജീവിച്ചു, അങ്ങനെയൊക്കെ ചില തോന്നുന്ന ഒരു സിറ്റുവേഷൻ. എനിക്ക് എന്ത് ചെയ്യണം, ഈ ലോകം എന്താണ്, ഞാൻ എന്തിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ ഡൗൺ ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് പല ആൾക്കാരെ സംബന്ധിച്ചിവിടെ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാർക്ക് നൈറ്റ് ഓഫ് സോളാണ്. അതായത് ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ, നെഗറ്റീവ് ചിന്തകൾ ഒക്കെ വരുന്നുണ്ട്. ഇതൊരു വ്യക്തിയാവാം, ഇതൊരു കരിയർ ആവാം, ഇതൊരു എന്തുമാകാം. ഇത് നിങ്ങൾക്ക് ഈ ടൈം എൻഡായി, ഈ ഒരു സമയം എൻഡായി നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ ഈ സമയം എന്ത് ചെയ്യും, ഈ സമയം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഓറ സെൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ചില സിറ്റുവേഷൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പെയിനാണ്. കാരണം ബട്ട് നെക്സ്റ്റ് അടുത്തത് എന്താണ് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ വിഷമിച്ച് നിൽക്കും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യം കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബേസ് ചക്ര കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആരോഗ്യം തന്നെയാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ബേസ് ചക്ര, അതായത് ഫുഡ് കാര്യങ്ങൾ, മെഡിറ്റേഷൻസ്, യോഗ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് കാർമിക്ക് വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കാത്ത സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയി നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾക്ക് പണി തന്ന്, അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ വന്ന് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി മാറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പണിയും സിറ്റുവേഷൻസും തരുന്നു എന്നുള്ളതിന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സോൾ കണക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. ഇത് ഒരു സോൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾ ചെയ്ത ഒരുപാട് കർമ്മകളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഹോപ്പ് വേണം. നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള ഇൻറ്റൻഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഡിവൈനിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആരെ പിറകെ പോയാലും, നിങ്ങൾ എത്ര വലിയവൻ്റെ പിറകെ പോയാലും, എത്ര വലിയവളുടെ പിറകെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിവൈനിറ്റി എന്ന് പറയുന്നൊരു സംഭവം, നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ വന്നിട്ട് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നേടിയിട്ടും നിങ്ങൾക്ക് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫിനാൻസ് ഉണ്ടായിക്കൊണ്ട് പോട്ടെ, നിങ്ങൾക്ക് എന്തും ഉണ്ടായിക്കൊണ്ട് വരും, നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡഡ് ആണ്, നിങ്ങൾ ഡൗൺ ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന സമയമാണ്, നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കുതിച്ചുയരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അവിടെ നിങ്ങൾക്ക് ഹോപ്പ്ലെസ് ആണ്. പക്ഷേ ഇവിടെ കാണിക്കുന്ന വ്യക്തമായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഹോപ്പുണ്ട്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓറ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് സിറ്റുവേഷൻസ് ഡാർക്കായിട്ട് വരുന്നതും ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈ സമയത്ത് മെയിൻലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സെലിബ്രേഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകെട്ടൊക്കെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
ഒരു റീജോയിനിങ് സെലിബ്രേഷൻ. നിങ്ങളുടെ ലൈഫിൽ പഴയ ആൾക്കാർ, നിങ്ങളുമായി വിട്ടുപിരിഞ്ഞു പോയ പഴയ ആൾക്കാർ, പഴയ ഓർമ്മകൾ, പഴയ മെമ്മറീസ് ഓഫ് ലവ്, അതേപോലെ തന്നെ പഴയ ലവ്, പുതിയൊരു ജോലിയിലോട്ടൊക്കെ കയറാനുള്ള ചാൻസ് ഒരുപാട് പേരെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾക്ക് പുറത്തോട്ട് ട്രാവൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പുറത്തോട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊരു ഗെറ്റ് ടുഗദറൊക്കെ പോകാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയ ന്യൂ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരെ ന്യൂ എൻട്രീസ്, പുതിയ പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു റീജോയിനിങ് സെലിബ്രേഷൻ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ സമയം എൻ്റെ സിറ്റുവേഷനാണ് ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരേണ്ട സമയമാണ്. മേ ബി നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ നിങ്ങളുമായിട്ട് വന്ന് കണക്ട് ചെയ്യുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ ബന്ധങ്ങൾ, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ കരിയർ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങേണ്ട സമയമാണ്. പുതിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് മാരേജ് ഫംഗ്ഷൻ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ ലൈഫ് മാറാനുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലും ഫിനാൻസ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലൊക്കെ അട്രാക്റ്റഡ് ആവുന്ന ചില സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ ടാറോ കാർഡ് റീഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ഈ സമയം ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആവും. നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്ക് ആ സാധനം വേണം, അല്ലെങ്കിൽ ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചൊരു സാധനമാണത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ അട്രാക്റ്റീവ് ആവുന്നൊരു സമയമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ സമയം. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. ഓ വൗ വാട്ട് എ ഗുഡ്, അല്ലെങ്കിൽ എന്താണ് പറയുക, നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി കൊള്ളാം, നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ ചില എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഓറ, ഇതൊക്കെ ഭയങ്കരമായിട്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓറ ഈ സമയത്ത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേ നെഗറ്റീവ് ഓറ ക്ലെൻസ് ചെയ്ത് പോയതിന് ശേഷം പുതിയൊരു ഓറ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള കഴിവുകൾ, അതായത് ചെറിയ ഈ സോൾ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന സോളാണ്. പക്ഷേ ഇതിന് കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ പാഷനുണ്ട്. ഇത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടൊരു സക്സസ് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുന്നൊരു സമയമായിട്ടാണ് ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എനർജി ബേസിൽ ഒരുപാട് എനർജി ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, ഇതൊക്കെ നിങ്ങൾക്ക് നമ്പർ 1 ആയിട്ട് മാറി, നിങ്ങൾക്ക് അതിലോട്ടൊക്കെ എത്തിപ്പെട്ട് പാഷനേറ്റായിട്ട് മാറി ഒരു സോൾ കണക്റ്റഡ് ആയിട്ട് ആ സോൾ കാര്യങ്ങൾ ചെയ്ത് തരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളിലോട്ട് എത്തിപ്പെടേണ്ട സമയവുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, ഫിസിക്കലായിട്ട് നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ പോലും അങ്ങനത്തുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും നിങ്ങൾ ഇനിയൊരു റിലേഷൻഷിപ്പിൽ കയറും, അല്ലെങ്കിൽ ഇനി എനിക്കൊരു സക്സസ് ഉണ്ടാകുമോ, എനിക്ക് ഇനിയും ലൈഫ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയം തൊട്ടാണ് നിങ്ങളുടെ ലൈഫ് ടേൺ ആവാൻ പോകുന്നത്. അങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ട് ഈ സമയം കാണാൻ പറ്റും. എന്തൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പണായി മാറുന്നുണ്ട്, ഹാർട്ട് ചക്രയ്ക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും അറിയാത്ത ചില ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിലാണ്. ഒന്ന് ഗ്രൗണ്ടഡ് ആവണം, എനിക്കൊന്ന് മറ്റുള്ളവരെ പോലെ സക്സസ് ആയിട്ട് നിൽക്കണം, സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണം, തറയിൽ ചവിട്ടി നിൽക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്നത്. എത്ര കാലം ഞാനിങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എത്ര കാലം ഞാനിങ്ങനെ മറ്റുള്ളവരെ ലൂപ്പിൽ പെട്ട് നിൽക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മെച്ചപ്പെട്ട രീതിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മനസ്സിലാക്കുന്നൊരു സമയമായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം വരാനുമുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണൽ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു എനർജി പൊക്കിയെടുത്ത് നിങ്ങളെ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ഒന്ന് സക്സസിലോട്ട് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഒപ്പം നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയൊരു തുടക്കം, ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു കൂട്ടിലിട്ട തത്തയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടിലിട്ടൊരു കിളിയാണെന്നുണ്ടെങ്കിൽ ആ കിളിയെ തുറന്നു വിടുന്നൊരു സമയമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ
പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ലോജിക്കായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. മേ ബി അത് എനർജി ബേസ് ആയാലും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയാലും നിങ്ങൾക്കതിലൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്. ഡൗൺ ടു എർത്തായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈഗോ, പൊസസീവ്നെസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, പലർക്കും ബിസിനസ് ചെയ്യാനുള്ളൊരു സമയമാണിത്. പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പലർക്കും പല കാര്യങ്ങളിലോട്ടും തിരിഞ്ഞ് നിങ്ങൾക്ക് പോകേണ്ട സമയമായിട്ടാണത് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോഴും ഒരു സേഫ് സോണിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പിരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡിവൈനായിട്ട് നിന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ പലതിലോട്ടും മാറേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ്, ഡിസിഷൻ എടുക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം പലരെ സംബന്ധിച്ചും തോന്നും എനിക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഇല്ല, ഞാൻ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡൗൺ ആയിട്ട് വരുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു ഫെയിലിയർ സിറ്റുവേഷൻ വരുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ളൊരു ഡിവൈൻ പവർ ഈ സമയം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു സൂപ്പർ പവർ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഈ സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ഫെയിലിയർ സിറ്റുവേഷനായാലും, എന്ത് ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനായാലും നിങ്ങൾ വീഴാതെ പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങളെ ഒരിക്കലും തളർന്നു പോകാതെ വീഴാതെ പിടിച്ചു നിർത്തുന്ന ചില എനർജീസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ഡിവൈൻസിനെ എപ്പോഴും നിങ്ങൾ കൂടെ തന്നെ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് മനുഷ്യന്മാരായിട്ടാണെങ്കിലും, അത് എനർജീസ് ആയിട്ടാണെങ്കിലും, അത് ചിന്തകളായിട്ടാണെങ്കിലും, അത് ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റഡ് ആയിട്ടാണെങ്കിലും, പല ആൾക്കാർ മുഖേന ഇതുപോലെയുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ടുണ്ട്. അത് നിങ്ങളുടെ സോളായിരിക്കാം, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ പിതൃക്കന്മാരുടെ, നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കിവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ഒന്നിൽ നിന്നും വീഴാതെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്കിവിടെ ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു എനർജി നിങ്ങൾക്കുള്ളിടത്തോളം കാലം നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിട്ടും ഞാനിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇവളായാലും എന്ത് സിറ്റുവേഷനിലായാലും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല ആൾക്കാരും ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് ജേണി ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സിറ്റുവേഷനാണ്. ഈ സമയം നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ പവർ എന്താണ് എന്നൊക്കെ നിങ്ങളെ ഭയങ്കര കഠിനമായിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിലായാലും, എന്ത് വിഷമഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞ്, ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ കയറുന്നൊരു എനർജി ഉണ്ട്. ആ ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ കയറുന്നൊരു എനർജിയിൽ ചിലപ്പോൾ നിങ്ങളെ പെട്ട് നിർത്തിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്കൊട്ടും കയറാൻ പറ്റാണ്ട് ഒരുപാട് വിഷമവും ഒരുപാട് പെയിനും ഒരുപാട് ദാരുണമായിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയാൽ പോലും അത് കഴിഞ്ഞിറങ്ങുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. നെഗറ്റീവ് നിങ്ങൾ ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് ആവുന്നൊരു സമയം വരും. ആ സമയം ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഒരിക്കലും ഡൗൺ സമയത്ത് പെയിനായി വിഷമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ട കാര്യങ്ങൾ തടസ്സപ്പെടുത്താണ്ട് നല്ല സമയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഡൗൺ ആവാണ്ടിരിക്കുക. ഡൗൺ ആവുന്നുണ്ട്, എല്ലാവരും ഡൗൺ ആവും, പക്ഷേ കൂടുതലും ഡൗൺ ആവാണ്ടിരിക്കുക. എൻഗേജ്മെൻറ്റ്, ചോയ്സ്, ഡിസിഷൻസ് എടുക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഡിസിഷൻസ് ആ സമയത്ത് നിങ്ങൾ സ്പോട്ടിന് എടുത്തിരിക്കണം. ഒരിക്കലും ഡൗൺ ആയിട്ട് വിഷമിച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഇവിടെ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാരേജിൻ്റെ ടൈമാണ് എന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടൈം എൻഡായി പോവാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ച് മാരേജിൻ്റെ ടൈമിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്, ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിലാണ് നിൽക്കുന്നത്. അത് മാരേജ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.
അല്ലാണ്ട് ഈ ടൈമിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇവിടെ നിന്ന് ഇപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻസ് സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്, കരിയർ റിലേറ്റഡ് ആയിട്ടും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ മാരേജിലോട്ട് എത്തിപ്പെടേണ്ട സമയം മാരേജിലാണ് എന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് മാരേജ് ചെയ്യുക. അതിനുശേഷം മാത്രം അടുത്ത ഡോറിലോട്ട് കടന്നു പോകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡോർ നിങ്ങൾക്ക് ഓപ്പണായി കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം അവസാനമാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ. പക്ഷേ അതിന് മുന്നേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് മാരേജിൽ വലിയ രീതിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ മൊട്ടിട്ട് നിൽക്കുന്ന പൂവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. ഇതിവിടെ നിങ്ങൾ എത്തുന്ന സമയത്ത് ഇത് വിരിയത്തുള്ളൂ. അപ്പം ഇതിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ കിട്ടും. ഗുഡായിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പം ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അടിത്തറ ഫൗണ്ടേഷൻ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മൂലാധാര ചക്ര തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ മൂലാധാര ചക്ര എന്ന് പറയുന്നത് എന്താ പറയുക, ഫൗണ്ടേഷൻ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ കരിയറിൽ 100% പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും നിങ്ങൾക്ക് ആഗ്രഹമായിട്ടുള്ള പ്രൊഫഷൻസ് അല്ലെങ്കിൽ ആഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയർ കൂടുതലും ഫോക്കസ് ചെയ്ത് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ലൈഫിന് വേണ്ടിയിട്ട് പണം വേണം, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരിക്കും തോറും നിങ്ങളുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കരിയർ വേറെ എന്തെങ്കിലും എനർജി ആയിട്ട് മറ്റുള്ളവരുടെ ലൈഫിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ളത് റിലേഷൻ ഉണ്ട്, കരിയർ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങളുടെ കരിയർ കൂടുതലും ഫോക്കസ് ആക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റാത്ത നിങ്ങളുടെ മൂലാധാര, നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷൻ, നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ അടിത്തറ L1 L2 ഇതിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ മൂലാധാരയ്ക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷനൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളുടെ കരിയറിനൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളുടെ അടിത്തറയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് സക്സസ് തന്നെയാണ്, ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പോലും ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ട്രാൻസ്ഫർമേഷനാണ്. ഓരോ സമയം ഓരോ സിറ്റുവേഷൻസും ഓരോ ലൈഫും ഓരോരുത്തർക്കും ട്രാൻസ്ഫർമേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ ആയിട്ടുള്ള സംഭവങ്ങളും പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം. ഇത്രയും ടൈം നിങ്ങൾക്ക് കടന്നുപോയി, ഇത് പുതിയൊരു ടൈം തുടങ്ങുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ട്രാൻസ്ഫർമേഷനാണ്. പല ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ, സുംബ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, കുംഫു അങ്ങനത്തുള്ള ചെയ്യുന്ന ആൾക്കാരാണെന്നുപോലെ, പാട്ട് പാടാൻ അത് എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർമേഷൻ, നിങ്ങളെ തന്നെ ട്രാൻസ്ഫർമേഷൻ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റ് ചിന്തകൾ, മറ്റ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഡിസ്ട്രാക്ഷൻസ് അതെല്ലാം മാറ്റിയതിന് ശേഷം കൂടുതലും ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലും പ്രയത്നിക്കാൻ വേണ്ടി നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയെല്ലാം കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് അത് കണക്ക് തന്നെ പോട്ടെ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് അതങ്ങനെ പോട്ടെ. ഇവിടെ മെയിൻലി കാണുന്ന ഒരു സംഭവം, ഏഞ്ചൽ മെസ്സേജ് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു ട്രസ്റ്റ് വേണം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്തൊരു ട്രസ്റ്റ് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുടെ അടുത്ത് ട്രസ്റ്റ് വേണം. ഹോൾ യൂണിവേഴ്സ് ഓരോ ഇലയോടും ഓരോ പൂക്കളോടും ഓരോ എല്ലാത്തിനോടും ട്രസ്റ്റ് വേണം. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ട്രസ്റ്റ് നിങ്ങൾക്ക് വേണം. അത് ഡിവൈൻ ആയാലും പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് ദൈവവിശ്വാസമില്ല, അത് വേണം. അത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ഡിവൈൻ സപ്പോർട്ട് വേണം. ദൈവം നമ്മളെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ തന്നെയാണ്, പലരും ദൈവങ്ങൾ പല രീതിയിലായിട്ടാണ് വിശ്വസിക്കുന്നത്, പക്ഷേ അത് ഡിവൈൻ സപ്പോർട്ട് വേണം. ട്രസ്റ്റ് തന്നെ നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളെ മുന്നിൽ വെച്ചാൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏഞ്ചൽ കാർഡ് എന്താണ് പറയുന്നത്, ട്രസ്റ്റാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അത് ഡിവൈൻ ആണെങ്കിൽ പോലും, നിങ്ങളടുത്താണെങ്കിൽ പോലും, ഹയർ എനർജി ആണെങ്കിൽ പോലും, ഹോൾ യൂണിവേഴ്സിലാണെങ്കിൽ പോലും, പ്രപഞ്ച ശക്തികളായിട്ടുള്ള ഓരോ ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പം ഇതിന് എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് കരുണ വേണം. എല്ലാവരുടെ അടുത്തും ഒരു ഈഗോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഇല്ലാണ്ട്, ഇപ്പോൾ ഫയർ എനർജി കാണുന്നുണ്ട്, തീ കാണുന്നുണ്ട്, എല്ലാത്തിനും നിങ്ങൾ വിശ്വസിക്കണം. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാം അട്രാക്റ്റഡ് ആവുള്ളൂ. ഈ സിറ്റുവേഷൻസ് എപ്പം മാറുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഓക്കെ ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വേണ്ടി ഡിവൈൻ സപ്പോർട്ട് നിർത്തുന്നുണ്ട്. ഒരുപാട് ഉയരങ്ങളിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി നോക്കുക. സോൾമേറ്റ് ടിൻ ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
സിംഗിൾസിന് വേണ്ടി ഇടുന്നു. സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇത് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് സോൾമേറ്റ് കണക്ഷൻ, പുതിയ പുതിയ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം, പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകം ഈ സമയത്ത് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഫിനാൻസ് വരുന്നുണ്ട്. അബണ്ടൻസ്, ഡിവൈൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണുള്ളത്. അപ്പം നമുക്കും ഓക്കെ ബൈ ടാറ്റ. അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ ടാറ്റ, സി യു.